ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ റോബിച്ചനും അതുപോലെ ആൽബിയും കൂടെ വീട്ടിൽ കാത്തിരിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ നേരെ ഇവരെ കാണാനായിട്ട് തറവാട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരോട് ഇനി സത്യങ്ങളെല്ലാം ഞാൻ തന്നെ തുറന്നു പറയാം, അതാണ് നല്ലതെന്ന് പറഞ്ഞു വരുവാട്ടോ. വന്ന് വണ്ടിയൊക്കെ നിർത്തി ഉമ്മറത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ആൻസി അവിടെ സ്വീകരിക്കാനുണ്ട്. അപ്പോൾ ആൻസിയോട് ചോദിക്കുകയാണ്, എല്ലാവരും വന്നിട്ടുണ്ടോ? ഔസേപ്പച്ചൻ ഇതുവരെ എത്തിയിട്ടില്ല, ബാക്കി എല്ലാവരും അകത്തിരിപ്പുണ്ട്. സ്റ്റാൻലിയുടെ 3 സഹോദരങ്ങളാണല്ലോ ഇവർ, 2 പേരുണ്ട് അകത്ത്. ശരി, ലാലിച്ചായനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഞാനങ്ങോട്ട് വന്നേക്കാം, അകത്തോട്ട് വരുമെന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ കേട്ടോ. അങ്ങനെ അകത്ത് ചെല്ലുമ്പോൾ ഇവിടെ നമ്മുടെ ആൽബിയും റോബിനും കൂടെ ബിയറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്റ്റാൻലിയോട് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ നേരിട്ട് അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇച്ചിരി അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ധൈര്യം കിട്ടുമല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ റോബിയോട് ആൽബി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെ നമ്മൾ എന്തായാലും ഔസേപ്പച്ചൻ ഇപ്പോൾ എപ്പോഴാണ് വരാമെന്നറിയില്ല. അതിനു മുമ്പ് പുറത്തിപ്പം ലാലിച്ചായം വന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്, ഇങ്ങോട്ട് കയറി വരും. നമ്മൾ കട്ടയ്ക്ക് നിൽക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് സ്റ്റാൻലി കയറി വരുന്നത്. എന്താണ് നിങ്ങളിപ്പോൾ ഇവിടെ 2 പേരും കൂടി ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ ഇച്ചിരി ബിയറൊക്കെ കഴിക്കാമായിരുന്നേ, അതെ ഭയങ്കര ചൂട്, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ഉള്ള സ്റ്റാൻലി പറയാനുണ്ട്, തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലേ നല്ല കിണർ വെള്ളമാണ് നല്ലത്, അല്ലാതെ ഇതല്ല. അപ്പോൾ റോബി പറയാം, കൊള്ളാം, നല്ല ആൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നും പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കളിയാക്കും പോലെ പറയാട്ടോ. പെട്ടെന്ന് ആൽബി പറയുന്നുണ്ട്, ലാലിച്ചായന് കുറച്ച് ബിയർ എടുക്കട്ടെ? നോ, എനിക്കൊന്നും വേണ്ട, താങ്ക്സും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഔസേപ്പച്ചൻ വന്നില്ലേ? അല്ല, വരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെയായിട്ട് എത്തില്ല. അവനെന്താ എവിടെ പോയാലും ലേറ്റ് ആണല്ലോ. നമുക്ക് ഇവിടെ നിൽക്കണോ അതോ ലിവിങ് റൂമിനോട്ടിരിക്കണോ? അത് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ ലാലിച്ചായ. ഇവിടെ ആകുമ്പോൾ ആൻസി എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ ഒക്കെ കൊണ്ട് തരുമല്ലോ. അപ്പോൾ ആൽബി തന്നെയാണ് ആദ്യം തുടങ്ങുന്നത് കേട്ടോ. അന്നേരം വരുവാണ് നമ്മുടെ ഔസേപ്പച്ചനും ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും വരികയാണ്. വന്ന് കാറൊക്കെ നിർത്തി ഇറങ്ങുമ്പോൾ ലാലിച്ചായൻ്റെ കാറ് കാണുമ്പോൾ ഒരു പുച്ഛത്തോടെ ഒന്ന് നോക്കാം, വന്നിട്ടുണ്ടല്ലേ ഇയാൾ, അങ്ങനെ കയറി വരുവാനുണ്ട്. അപ്പോൾ ആൻസി വീണ്ടും പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കിനും ഔസേപ്പച്ചനോട് പറയുന്നുണ്ട്, ലാലിച്ചായം വന്നിട്ടുണ്ട്, അകത്തിരിക്കുകയാണ്. അത് ശരി, എന്നാൽ പിന്നെ ഒന്ന് കണ്ട് കളഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അയാളും അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. അപ്പോൾ അകത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ആൽബി പറയുന്നുണ്ട്, പുളിക്കൽ തറവാട്ടുകാർ, അതായത് നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യ വീട്ടുകാർ, അവരാരും അത്ര നല്ലവരൊന്നും അല്ല, അറിയാമല്ലോ. കുറച്ച് ഭയങ്കര സാധനങ്ങളാണല്ലോ അല്ല. അതിൽ സ്റ്റീഫൻ്റെ കാര്യം അറിയാമല്ലോ, ഒരു റേപ്പിംഗ് കേസിലൊക്കെ പെട്ടിട്ടുള്ള ഒരാളാണ്. പിന്നെ അപ്പോഴത്തേക്കിനും ഔസേപ്പച്ചൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നത് ഔസേപ്പച്ച, എത്ര നേരമായി വിളിച്ചിട്ട്? ഏറ്റവും അടുത്ത് കിടക്കുന്ന ഔസേപ്പച്ചനാ, ഏറ്റവും അവസാനം വരുന്നല്ലേ. എടാ, നിന്നെപ്പോലെ അല്ല, എനിക്ക് ഭാര്യയും മക്കളും പിള്ളേരും എല്ലാം ഉണ്ട്. വിചാരിക്കുന്ന തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ റോബി ചോദിക്കുന്നുണ്ട്, മക്കളെ കൂടാതെ വേറെ പിള്ളേരുണ്ടോ? ഈ കിറുകണികളെന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ഔസേപ്പച്ചൻ്റെ ദേഷ്യം വരാട്ടോ. റോബി, നീ എൻ്റെ വായിന്നെല്ലാം കേൾക്കും കേട്ടോ, മിണ്ടാതിരുന്നോ. അപ്പോൾ ആൽബി പറയാം, അതെ ആൻസി, എന്തെങ്കിലും ചൂടോടെ എന്തെങ്കിലും എടുക്ക, ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. പിന്നെ ഇതെന്തൊക്കെ അപ്പം തന്നെ പറയുന്നുണ്ട്, അതെ ലാലിച്ചായന് പ്രത്യേകം കോഫി മാത്രം മതി കേട്ടോ, വേറൊന്നും കഴിക്കില്ലല്ലോ. ലാലിച്ചായൻ എപ്പോഴാണ് വന്നത്? അപ്പോഴാണ് കണ്ടതുപോലെ ഔസേപ്പച്ചൻ അങ്ങ് ചോദിക്കുന്നുണ്ട്. കുറച്ച് നേരമായി, നീ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. എന്നതാ ലാലിച്ചായ ഇത്? ഈ പുളിക്കൽ പെണ്ണും പിള്ളായി വളിച്ച വർത്താനവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ. എന്താ ഇത്? അമ്മാതിരി ചോദ്യങ്ങളൊക്കെ നീ അവരോട് തന്നെ ചോദിക്കുക, എന്നോട് ചോദിക്കാൻ വന്നാലേ മറുപടി കിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ പുളിക്കന്മാരുമായിട്ടെ ഉടക്കിന് പോകാതിരിക്കുന്നതാണ് ബുദ്ധി. അവന്മാർ നേരിട്ട് എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് എതിർക്കാം. അവന്മാർ പക്ഷേ അങ്ങനെയല്ലല്ലോ, ചതിയും വഞ്ചനയും ഏഷണിയും അതും ഇതും പറഞ്ഞുകൊണ്ട് നടന്ന് നമ്മളെ നാണം കെടുത്തും. അപ്പോൾ റോബിൻ പറയാ, ഇപ്പം തന്നെ ഈ റീത്താമ്മ ചേച്ചി എന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നറിയോ? ലാലിച്ചായൻ അവിഹിത ബന്ധം ഉണ്ടെന്നും അതിലൊരു മകളുണ്ടെന്നും അതുകൊണ്ടാണ് ഭാര്യയും മക്കളെയും അഞ്ചലിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ അവിഹിതത്തിലുണ്ടാകുന്ന മകളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു, ഇനിയിപ്പോൾ തള്ളയും കൂടെ കൂട്ടിക്കൊണ്ടുവരും എന്നൊക്കെയാണ് റീത്താമ്മ പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആൽബി പറയാം, അതൊക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ തൊലി ഉരിഞ്ഞു പോവാണ്. അല്ല, ലാലിച്ചായൻ എന്ന് വെച്ചാൽ നമ്മുടെ അഭിമാന സ്തംഭനമാണല്ലോ. അപ്പോഴത്തേക്ക് ആൻസി ചായം കൊണ്ടുവരും കേട്ടോ. അതെ, അഭിമാന സ്തംഭനമല്ല, അഭിമാന സ്തംഭം, അതാണ് കറക്റ്റ്. അതിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര അഭിമാനം, അതേ രോമമൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കും എന്ന് ആൽബി തട്ടിവിടാൻ കേട്ടോ. എന്തായാലും
റോബി പറയുന്നുണ്ട്, ലാലിച്ചയ്യ എന്തായാലും ഇപ്പോൾ ഒരു മോളെന്നും പറഞ്ഞ ഒരാൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓർഫണേജിലായിരിക്കും വളർന്നത്. പക്ഷേ ലാലിച്ചായന് അതിനോട് സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ പറയടാ, എന്താടാ പക്ഷേ എന്ന് പറഞ്ഞ് നിർത്തിയത്? അതല്ല, അവനവൻ നാറാൻ നോക്കണ്ടേ, കുടുംബക്കാർ നാറാൻ നോക്കണ്ടേ, ഭാര്യയും മക്കളും ഒക്കെ നാറാൻ നോക്കണ്ടേ. ആ പെൺകൊച്ചിന് ഇത് വല്ലതും വലിയ അവിഹിത സന്തതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ കൊച്ചിന് ഒരു നാണക്കേടുണ്ടാവില്ലേ? അത്ര വലിയ അഭിമാനമായിട്ട് അവൾ കൊണ്ട് നടക്കുമോ? അപ്പോൾ ഔസേപ്പച്ചൻ പറഞ്ഞിട്ട്, ഉപേക്ഷിച്ച് കളയണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല, ലാലിച്ചായൻ്റെ മകളല്ലേ. പക്ഷേ കുളത്തുപുഴ തന്നെ താമസിക്കണമെന്നുണ്ടോ? വേറെ എവിടെയെങ്കിലും പാർപ്പിച്ചാൽ പോരായിരുന്നു? കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു, ഞങ്ങൾ ആരും കൊടുക്കണ്ടെന്ന് പറയുന്നതും ഇല്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ലാലിച്ചായൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ വീണ്ടും ആൽബി പറയാനുണ്ട്, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അതല്ല ലാലിച്ചായ നല്ലത്. ശരി, നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് പറയാനുള്ളത് കൂടെ നിങ്ങൾ കേട്ടിട്ടോ. 24 വർഷം മുമ്പ്, അതായത് എൻ്റെ കല്യാണത്തിന് മുമ്പ് ആഗ്രയിൽ വെച്ച് ഒരു പാലാക്കാരി പെണ്ണുമായി ഞാൻ സൂപ്പർ പ്രേമത്തിലായിരുന്നു. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു കുറച്ചു കാലം. പക്ഷേ കല്യാണം കഴിഞ്ഞില്ല, തമ്മിൽ പിരിഞ്ഞുപോയി. അത് വിധി, അല്ലെങ്കിൽ ദുർവിധി എന്ന് പറയാം. ആ ബന്ധത്തിൽ ജനിച്ചൊരു കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിനെ 23 വർഷത്തിന് ശേഷം എൻ്റെ കയ്യിൽ വിധി തിരിച്ചു കൊണ്ടുതന്നു. ഞാൻ അവൾ എൻ്റെ മകളാണ് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ മകളെ സ്വീകരിച്ചു. ഞാൻ എൻ്റെ കൂടെ താമസിപ്പിച്ചു. അതിലെന്താ ഇത്ര തെറ്റ്? പിന്നെ എനിക്ക് പുളിക്കന്മാരെ സുഖിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നാട്ടുകാരെ സുഖിപ്പിക്കണ്ട, നിങ്ങളെയും എനിക്ക് സുഖിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെക്കാളും ദയയും കരുണയും അംഗീകാരവും ഒക്കെ കിട്ടേണ്ടത് അവൾക്കാണ്. നിങ്ങളെ എല്ലാവരേക്കാളും കൂടുതൽ കിട്ടേണ്ടത് അവൾക്കാണ്. അവൾക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. അതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് ചാളിപ്പായി കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ, എൻ്റെയും അലീനയുടെയും കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അതിൽ ഇടപെടാൻ വരെയും വേണ്ട. പിന്നെ റീത്താമ്മയും പുളിക്കന്മാരും പരാതിയുമായി വന്നാൽ അവരുടെ പരാതി നിങ്ങൾ തിരുത്തിക്കൊള്ളണം. പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് മാറി നിന്നോളണം. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്കിതിനെപ്പറ്റി നിങ്ങളോടൊക്കെ പറയാനായിട്ട്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇനി വേറെ എന്തെങ്കിലും വിശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആരും ഒറ്റ അക്ഷരം മിണ്ടണില്ല കേട്ടോ. എല്ലാവരുടെയും വാ അടഞ്ഞതുപോലെ ആയിപ്പോയി. സ്റ്റാൻലി കുറച്ച് നേരം കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ പറയാം. ആരും ഒന്നും മിണ്ടുന്നില്ല. പിന്നെ നമ്മുടെ ബബിതയാണ് കാണിക്കുന്നത് കേട്ടോ. ബബിതയ്ക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അമലിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. അമൽ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്ത? അമലിൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം. എന്നാലൊന്ന് വാച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ കുറച്ച് ദിവസം കൊണ്ട് വാച്ച് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് അമലും ഒരു പെണ്ണും കൂടെ കറങ്ങി നടക്കുന്നത് നമ്മുടെ ബബിത കാണാണ്. പലതവണ അമലിനെ ഫോൺ വിളിക്കുന്നെങ്കിലും ഫോണല്ല അവൻ കട്ട് ചെയ്ത് കളയാട്ടോ. ബേക്കറി കയറി ആ പെണ്ണും ചെറുക്കനും കൂടെ എന്തൊക്കെയോ വാങ്ങിച്ച് കൂട്ടിയിട്ട് ബൈക്കിൽ കയറി പോകുന്നുണ്ട്. നമ്മുടെ ബബിത കുറേ ദൂരം ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ്. എന്നിട്ട് വഴിയിലെത്തുമ്പോഴത്തേക്ക് ഇവരൊരു വഴി തിരിഞ്ഞ് പോവാട്ടോ. ആ സമയത്ത് ബബിത അവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഫോൺ എടുത്ത് വീണ്ടും വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് ഫോൺ കയ്യിൽ നിന്ന് താഴെ പോവാണ് കേട്ടോ. അങ്ങനെ ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഡിസ്പ്ലേ പോയി. അങ്ങനെ അമലിനെ പിന്നെ വിളിക്കാനും പറ്റിയില്ല. അമൽ ഏറോ വഴിക്കടെ തിരിഞ്ഞ് പോവുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് കയറുക കേട്ടോ. വന്ന പാടത്തിന് ചെരുപ്പെല്ലാം വലിച്ച് ദൂരെ എറിഞ്ഞ് വീട്ടിനകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ വൈജ അവിടെ നിൽപ്പുണ്ട്. വൈജ ചോദിക്കുന്നത്, എന്താടി നീ ഇത്ര ലേറ്റ് ആയത്? ഓ, ഇതൊക്കെ ഇനി പറയണോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പഠിക്കാനൊക്കെ പോവാണ്ട്, ട്യൂഷനുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. ഇനി പ്രത്യേകിച്ച് പറയാനെന്താ? അതെന്തിനാടി നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത്? നിനക്കെന്താ സമാധാനത്തോടെ പറഞ്ഞൂടെ? ഓ, ഒന്നും അങ്ങോട്ട് മാറിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് തിളപ്പ് കൂടുതലാണ്. എൻ്റെ ഫോണിൻ്റെ ആണെങ്കിൽ ഡിസ്പ്ലേ പൊട്ടിപ്പോയി. അതാണ് ഒന്നാമത്തെ കാര്യം. അതെങ്ങനെ പൊട്ടിയത്? പൊട്ടി താഴെ വീണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ദേഷ്യം കൊണ്ട് അകത്തിട്ട് കയറി വരുമ്പോഴത്തേക്കും അടുത്ത് നമ്മുടെ രോഹിത്ത് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എന്താടി നീ ലേറ്റായത്? രോഹിത്ത് ഏട്ടാ, എനിക്ക് ആ ഫോണൊന്ന് തരാമോ? എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ. ആർക്കാ? അതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. നീ ഒരു കാര്യം ചെയ്യ്, ആ നമ്പർ ഇതാ, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു തരാം. അത് വേണ്ട, ഫോൺ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. അതെന്താടി നിനക്ക് നമ്പർ തരാൻ വയ്യാത്തത്? നമ്പർ താ, നിൻ്റെ ഫോണിന് എന്നാ പറ്റി? എൻ്റെ ഫോണിൽ താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടിപ്പോയി. നീ അതൊക്കെ തന്നെ ഞാൻ നോക്കട്ടെ. നോക്കണ്ട, ഇങ്ങോട്ട് എനിക്ക് ഏട്ടൻ്റെ ഫോൺ തരാൻ പറ്റുമോ? എടി നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതിൻ്റെ കടയിൽ കൊടുത്ത് നന്നാക്കാൻ കൊടുക്കാത്ത? ഞാനെങ്ങും കൊടുത്തില്ല, ഇനി കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ നമ്പർ തരില്ല, ഞാനായിട്ട് വിളിച്ചോളാം. അത് പറ്റില്ലെങ്കിൽ എനിക്ക് രോഹിതേട്ടൻ്റെ ഫോണും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നേരെ ബബിത മുറിയിലേക്കകത്തോട്ട് കയറി ചെല്ലാണ് കേട്ടോ. അപ്പം വൈജ വന്ന്
നമ്മുടെ രോഹിത്തിനോട് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് ഇതെന്നാ പറ്റി ചുമ്മാ കിടന്ന് ദേഷ്യം കളിച്ചോണ്ടിരിക്കല്ലേ. അവളുടെ ഫോണ് പോയി, അതുകൊണ്ടാണ് ഇത്ര കലിപ്പ്. അവൾക്കല്ലെങ്കിൽ ഈയിടെയായിട്ട് കുറച്ച് നെകളിപ്പ് കൂടുതലാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അകത്തെന്തൊക്കെയോ ശബ്ദം കേൾക്കാട്ടോ. അകത്തേക്ക് കയറി ചെല്ലാണ് നമ്മുടെ വൈജ. അപ്പോൾ ഇവിടെ ബബിത ആകെ തകർന്നു പോയി. കാരണം സ്നേഹിച്ചിരുന്ന അമൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാരണം മുറിക്കകത്ത് കയറി ചെന്നെന്ന് കണ്ടതും കടിയതും ഒക്കെ വലിച്ച് ദൂരെ എറിഞ്ഞേക്കാട്ടോ. എന്നിട്ട് ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ കട്ടിലിരിക്കുകയാണ്, കസേരയും ബുക്കും പേനയും പെൻസിലും ഒക്കെ. അപ്പോൾ വൈജ ദേഷ്യത്തോടെ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് എന്നാത്തിനാ കേട്? എന്തിനാ ഇതിന് മാത്രം ഇത്രയ്ക്കൊക്കെ സംഭവിക്കാൻ വേണ്ടി നിനക്ക് എന്താ സംഭവിച്ചത്? അമ്മേ ഞാൻ ഇങ്ങോട്ട് വീണോ? എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യും? നിനക്കിപ്പോൾ എന്നതിൻ്റെ കുറവുണ്ടാ? എനിക്കൊരു കുറവില്ല, എല്ലാം ഉണ്ട്. അത് ശരി. അപ്പം ആർക്കും ആരെയും പേടിയില്ല നായി അല്ലേ? അലീന എന്ന് പറയുന്ന ഒരു നാശം പിടിച്ചവൾ ഇവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ട് അവൾ ഇവിടുന്ന് പോയത്. അപ്പോൾ തന്നെ ബബിത പറയാം, ഉഗാണ്ടയിൽ ഭൂഖണ്ഡം ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മ അതിനെ വളച്ചു കെട്ടി അതിൻ്റെ എല്ലാത്തിൻ്റെയും കുറ്റം അലീന ചേച്ചി തലയെ കൊണ്ടിടും. അതിവിടെ എല്ലാവർക്കും അറിയാം. ഭൂകമ്പം എല്ലാം എത്രയോ ഭേദം വീടിടിഞ്ഞ് വീഴുന്നല്ലേ ഉള്ളൂ, അതിനേക്കാളും വലുതല്ലേ അവൾ ഉണ്ടാക്കി വെച്ചിട്ട് പോയത്. അമ്മേ ദൈവം ഇത് ഇവിടുന്ന് ഇറങ്ങിപ്പോ, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം, നാശം പിടിക്കേ. ഭവിതയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കേട്ടോ. ഫോണ് പോയി, ഫോൺ കിട്ടുന്നില്ല, അതിന് നന്നാക്കണം, പിന്നെ എല്ലാം കൂടെ ഭയങ്കര സങ്കടമായി. ഭവിത വല്ലാതെ മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഭ്രാന്തിയെ പോലെ മുറിക്കകത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്. ഈ സമയത്ത് രാത്രി ബാലചന്ദ്രൻ ജോലിയെല്ലാം കഴിഞ്ഞ് വരികയാണ്. പക്ഷേ ഇപ്പം അതുപോലെ അല്ല കേട്ടോ ഇന്നത്തെ വരവ്. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് വന്ന് കയറുന്നത്. വന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഇതാണല്ലേ എൻ്റെ വീട്. അത് ശരി. ദൈവമേ, ഡോറടയ്ക്കാതെ ഇറങ്ങി പോവാ. എൻ്റെ ബാലേന്ദ്ര, നീ എന്തൊക്കെയായി കാണിക്കുന്നത്? ഡോറടയ്ക്കാതെയാണോ പോകുന്നത്? എന്നും പറഞ്ഞു പോയി ഡോറടയ്ക്കുന്നുണ്ട്. എല്ലാം തന്നെത്താനെ സംസാരിച്ചുകൊണ്ട് വരുമോ കേട്ടോ. നടക്കാൻ വയ്യ, നിറച്ചും കുടിച്ചിട്ടുണ്ട്. ഉള്ള വിഷമങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി ചെന്ന് കോളിംഗ് ബെല്ലടിക്കാൻ കേട്ടോ. അപ്പോൾ കൃഷ്ണ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അപ്പോൾ നമ്മുടെ ബൈജ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ട് പോയതാ? വരുവാണ്. അച്ഛനാ വന്നേന്ന് തോന്നുന്നു, തുറക്കാൻ പോയതാ. നീ എന്താടി ഉറങ്ങിയില്ലേ? ഇല്ല, ഒരു അസൈൻമെൻറ്റ് എഴുതുമായിരുന്നു. ചെന്ന് തുറന്നു കൊടുക്ക്. തോന്നിയ സമയത്താ പോക്കും വരവും. ചോദിക്കാൻ പറ്റത്തില്ല. അമ്മ ചോദിക്കേണ്ട വിധം ചോദിച്ചാൽ അറിയേണ്ട പോലെ അറിയാൻ പറ്റും. അതെന്നാടി അങ്ങനെ? അത് മറുപടിയൊക്കെ അറിയാലോ. അപ്പോൾ ഇത്രയും പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ കൃഷ്ണ ചെന്ന് അച്ഛനെ വിളിക്കാൻ പോവാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ നോക്കുമ്പോൾ തന്നെ കൃഷ്ണയ്ക്കൊരു പന്തികേട് തോന്നും കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ ലെവലില്ലാതെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് ചിരിച്ചും കൊണ്ട്. അപ്പോൾ കൃഷ്ണയ്ക്ക് മനസ്സിലായി അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ളത്. മോളെ നീ എന്താ ഉറങ്ങിയില്ലേ മോളെ എന്നും പറഞ്ഞാൽ കവളിലേക്ക് തൊടുക കേട്ടോ. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അച്ഛൻ കുടിച്ചോ? എന്ത്, വെള്ളമാണോ മദ്യമാണോ? രണ്ടും. ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ എന്ത് കുടിച്ചിട്ടായിരിക്കും? അല്ല മോളെ, അത് വെള്ളം ഒഴിച്ച് ഒരിച്ചിരി മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ കള്ളമാണോ? അത് സത്യം തന്നെയാണ്. അച്ഛൻ മദ്യപിച്ചു. യെസ്, ഞാൻ മദ്യപിച്ചു. ഞാൻ കീഴടങ്ങും നിൻ്റെ അടുത്ത്. ഇന്നൊരല്പം കഴിച്ചു മോളെ എന്നിങ്ങനെ പറയാട്ടോ. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്